നമസ്കാരം. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജീവനുള്ള ദൈവങ്ങളാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ സർപ്പദോഷങ്ങൾ വരാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല രീതിയിൽ സർപ്പദോഷങ്ങൾ ഉണ്ടാകാമെന്നാണ് വിശ്വാസം. സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക, സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക, സർപ്പത്തെ കൊല്ലുക, മുറിവേൽപ്പിക്കുക, പാരമ്പര്യമായി ആരാധിച്ചു വന്നിരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുക എന്നിവ ചെയ്താൽ സർപ്പദോഷങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇത്തരത്തിൽ സർപ്പദോഷങ്ങൾ ഉണ്ടായാൽ അല്പായുസ്, വംശനാശം, മഹാരോഗം, ദാരിദ്ര്യം, ഭ്രാന്ത്, സന്താനമില്ലായ്മ, ത്വക്ക് രോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ സർപ്പദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സർപ്പബലി നടത്തുക, നൂറും പാലും നിവേദിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട എന്നിവ നാഗക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സമർപ്പിക്കുക. പാല്, ഇളനീർ, എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സഹായിക്കും. ഇവയൊക്കെ സർപ്പപ്രീതിക്കായി ചെയ്തു വരുന്ന വഴിപാടുകളാണ്. സർപ്പദോഷം മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങളും നേത്രരോഗങ്ങളും അകറ്റാൻ പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ സത്പുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമം. വിവാഹം നടക്കാൻ തടസ്സമുള്ളവർ സർപ്പക്ഷേത്രങ്ങളിൽ മാസം തോറും എത്തി പ്രാർത്ഥിച്ചാൽ വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടും. ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം. നാഗക്ഷേത്രങ്ങളിൽ പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ മാംസാഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. എല്ലാ വിധത്തിലുള്ള ശുദ്ധി പാലിച്ചതിനു ശേഷം മാത്രമേ നാഗക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ പാടുള്ളൂ.